യോഗയും സ്ത്രീകളുടെ ആരോഗ്യവും. യോഗ എന്നത് സാധാരണയായി പരിശീലിച്ചു വരുന്ന ഒരു വ്യായാമ മുറയല്ല. യോഗ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സമാധാനവും ശാന്തിയും നൽകുന്നു. സുഖപ്രദമായ രീതിയിൽ ഏകാഗ്രതയോടുകൂടി ചെയ്യുന്നതാണ് യോഗ. ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തിന് എങ്ങനെ ബെനിഫിഷ്യലാണെന്ന് നോക്കാം. സ്ത്രീകൾ സാധാരണയായി സ്വന്തം ആരോഗ്യത്തിനേക്കാൾ കൂടുതൽ വീട്ടുകാരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകി വരുന്നു. എന്നാൽ ഇതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യം, ശരീരവും മനസ്സും ഉന്മേഷത്തോടു കൂടിയും ഊർജ്ജസ്വലതയോടുകൂടി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ദിവസത്തിൽ മിനിമം ഒരു 30 മിനിറ്റെങ്കിലും യോഗയ്ക്കും പ്രാണായാമയ്ക്കും വേണ്ടി നീക്കിവെക്കാം. യോഗ ചെയ്യുന്നതോടുകൂടി അവരുടെ ശരീരത്തിലുണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസുകൾ കറക്റ്റ് ചെയ്യുന്നതിനും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സായ രക്തസമ്മർദ്ദം, ഡയബറ്റീസ്, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങളെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും യോഗ ഹെൽപ്ഫുള്ളാണ്. ഒരു വാമപ്പിനോട് കൂടി ഓരോ ദിവസത്തെയും യോഗ പ്രാക്ടീസുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്ക് ഒരു ദിവസം വീട്ടിലിരുന്നു കൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ചെറിയൊരു സെക്ഷനാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ആദ്യമായിട്ട് ശ്വസന വ്യായാമത്തിലേക്ക് കടക്കാം. നിന്നുകൊണ്ടുള്ള സ്ഥിതി പോസ്ചറിലേക്ക് എത്തിയതിനു ശേഷം ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ്. കൈകൾ മുമ്പിലേക്ക് നീട്ടിപ്പിടിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും ഷോൾഡർ ലെവലിലേക്ക് അല്പം പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ആദ്യ ശ്വാസം ഉള്ളിൽ പിടിച്ചു വയ്ക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം പൂർവ്വസ്ഥിതിയിലേക്ക്. Repeat the same practice. Inhale, exhale, inhale, exhale. Come back to Sthiti posture. കാലുകൾ അകത്തി, കൈകൾ പുറകിൽ കെട്ടിവെക്കുന്നു. നിന്നുകൊണ്ടുള്ള വിശ്രമാവസ്ഥ. നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പ്രാക്ടീസാണ് സൂര്യ നമസ്കാര. 12 ആസനകളുടെ കോമ്പിനേഷനാണ് സൂര്യ നമസ്കാര. ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പായ പ്രണമാസനയിലേക്ക് കൈകൾ നമസ്കാര മുദ്രയിൽ വയ്ക്കുന്നു. സാധാരണ ശ്വാസഗതിയിൽ ഒന്നാമത്തെ സ്റ്റെപ്പായ പ്രണമാസയിൽ നിന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകൾ ഉയർത്തി മാക്സിമം പുറകിലേക്ക് ബെൻഡ് ചെയ്തുകൊണ്ട് ഹസ്ത ഉത്താനാസന. ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസന. ഇരു കൈപ്പത്തിയും ഇരു കാൽപാദത്തിനും ഇരുവശങ്ങളിലുമായി വയ്ക്കുന്നു. നെറ്റി സാവധാനം കാൽമുട്ടിലേക്ക്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലത് കാൽ മാക്സിമം പുറകിലേക്ക് എടുത്ത് വലത് കാൽമുട്ട് കുത്തി മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഏകപാദ പ്രസരണാസന ഓർ അശ്വസഞ്ചലനാസന. ഇടത് കാൽ പുറകിലേക്ക് എടുത്ത് വലത് കാലിനോട് ചേർത്ത് വെച്ച് മുമ്പിലേക്ക് നോക്കി ഒരു ദണ്ട് പോലെ നിൽക്കുന്നു. ദണ്ഡാസന ഓർ ദ്വിപാദ പ്രസരണാസന. ആറാമത്തെ സ്റ്റെപ്പായ അഷ്ടംഗ നമസ്കാര. കാൽമുട്ട്, നെഞ്ച്, താടി ഇവ നിലത്ത് ടച്ച് ചെയ്തുകൊണ്ട് 8 പാർട്സ് ടച്ചിങ് ഓൺ ദി ഫ്ലോർ. 8 അംഗങ്ങളായ കാൽവിരലുകൾ, കാൽമുട്ടുകൾ, നെഞ്ച്, താടി, അതോടൊപ്പം കൈപ്പത്തിയും തറയിലേക്ക്. നിങ്ങളുടെ നെറ്റി തറയിൽ ടച്ച് ചെയ്തുകൊണ്ട് സാധാരണ ശ്വാസഗതിയിൽ അഷ്ട അംഗ നമസ്കാര. ശ്വാസം ദീർഘമായ ഉള്ളിലേക്ക് എടുത്ത് ഏഴാമത്തെ സ്റ്റെപ്പായ ഊർധ്വമുഖ ശ്വാനാസന. മാക്സിമം ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കുന്നു. ഈ ഒരു പൊസിഷനിൽ നിങ്ങളുടെ കാൽവിരലുകളും കൈപ്പത്തിയും മാത്രം തറയിൽ വയ്ക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് പർവ്വതാസന ഓർ അധോമുഖ ശ്വാനാസന. തലൽപ്പം
തറയിലേക്ക്. ശ്വാസം വീണ്ടും ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് റിപ്പീറ്റ് ദ പ്രാക്ടീസ്. ഏകപാദ പ്രസരണാസന ഓർ അശ്വസഞ്ചലനാസന. ഇടത് കാൽ ഫ്രണ്ടിലേക്ക് എടുത്തുകൊണ്ട് പാദഹസ്താസന. കൈകൾ ഉയർത്തി ഹസ്ത ഉത്താനാസന. ശ്വാസം വിട്ടുകൊണ്ട് പ്രണമാസന. സാധാരണ ശ്വാസഗതിയിലേക്ക് തിരിച്ചെത്തുന്നു. റിലീസ് ആൻഡ് റിലാക്സ്. നിന്നുകൊണ്ടുള്ള വിശ്രമാവസ്ഥ. കാലുകൾ അകത്തി കൈകൾ പുറകിൽ കെട്ടി കഴുത്തും തലയും അല്പം പുറകിലേക്കാക്കിക്കൊണ്ട് കണ്ണുകൾ അടച്ച് സാധാരണ ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചു നിൽക്കുന്നു. സൂര്യ നമസ്കാര ശരീരത്തിൻ്റെ പൂർണ്ണമായ ആരോഗ്യം നിലനിർത്തുന്നതിന് വളരെ ബെനഫിഷ്യലാണ്. ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ശരീരത്തിൻ്റെ രക്തപ്രവാഹം കൂട്ടുന്നു. സാവധാനം നിന്നുകൊണ്ടുള്ള അടുത്ത ആസനയിലേക്ക് കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ശരീരത്തോട് ചേർത്ത് വെച്ച് വൃക്ഷാസനയിലേക്ക്. ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിനും അത്യാവശ്യമായി ഏകാഗ്രത വർദ്ധിപ്പിക്കാം. എങ്ങനെ ഏകാഗ്രത വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു സിമ്പിൾ പ്രാക്ടീസാണ് വൃക്ഷാസന. ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്തുന്നതിന് വൃക്ഷാസന വളരെ ബെനഫിഷ്യലാണ്. ഒരു പോയിന്റിലേക്ക് നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വൃക്ഷാസന. വലത് കാൽ മടക്കി വലത് കാൽപാദം ഇടത് കാൽത്തുടയുടെ മുകളിലേക്ക്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും ഷോൾഡർ വരെ ഉയർത്തി കൈകൾ മലർത്തി കൈകൾ നമസ്കാര മുദ്രയിലേക്ക് തലയുടെ മുകളിലേക്ക് ഉയർത്തി പിടിച്ചു വയ്ക്കട്ടെ. കൈമുട്ട് വളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം സ്ട്രെച്ച് ചെയ്തുകൊണ്ട് സാധാരണ ശ്വാസഗതിയിൽ നിലനിർത്തുന്നു. വൃക്ഷാസന നോർമൽ ബ്രീത്തിങ്. ശ്വാസം വിട്ടുകൊണ്ട് ഇരു കൈകളും ഷോൾഡർ വരെ താഴ്ത്തി കൈകൾ കമിഴ്ത്തി കൈകൾ താഴ്ത്തിയതിനു ശേഷം മാത്രം വലത് കാല് റിലീസ് ചെയ്യുന്നു. റിലാക്സ്. പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഇടത് കാലിൽ ആവർത്തിക്കാം. ഇടത് കാൽ മടക്കി വെച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും ഷോൾഡർ വരെ ഉയർത്തി കൈകൾ മലർത്തി കൈകൾ വീണ്ടും തലയുടെ മുകളിലേക്ക് നമസ്കാര പൊസിഷൻ. സാധാരണ ശ്വാസഗതിയിൽ നിലനിർത്തുന്നു. ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്തുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു പോസ്ചറാണ്. അതോടൊപ്പം നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. സാധാരണ ശ്വാസഗതിയിൽ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് ഇരു കൈകളും ഷോൾഡർ വരെ താഴ്ത്തുന്നു. കൈകൾ കമിഴ്ത്തി കൈകൾ താഴ്ത്തിയതിന് ശേഷം മാത്രം കാലുകൾ റിലീസ് ആൻഡ് റിലാക്സ്. നിന്നുകൊണ്ടുള്ള വിശ്രമാവസ്ഥ. സാധാരണ ശ്വാസഗതി. ശ്വാസം ഉള്ളിലേക്കും ശ്വാസം പുറത്തേക്കും. ഇൻഹേൽ, എക്സേൽ. അടുത്തതായി വീരഭദ്രാസന. കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുന്നു. കാലുകൾ അകത്തി വയ്ക്കട്ടെ. ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഇരു കൈകളും ഷോൾഡർ വരെ ഉയർത്തി വയ്ക്കാം. ശരീരത്തിൻ്റെ മുകൾ ഭാഗം വലതുവശത്തേക്ക് ടേൺ ചെയ്യട്ടെ. വലത് കാൽപാദം വലതുവശത്തേക്ക്. കൈകൾ നമസ്കാര മുദ്രയിലേക്ക് ഉയർന്നു വരുന്നു. വലത് കാലിലേക്ക് വെയിറ്റ് കൊടുത്തുകൊണ്ട് വീരഭദ്രാസന. കൈകാലുകളുടെ ശക്തി അല്ലെങ്കിൽ ദൃഢത ഉറപ്പുവരുത്താൻ വേണ്ടി ഈ ഒരു പ്രാക്ടീസ് വളരെ ബെനിഫിഷ്യലാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ പോസ്ചർ. നട്ടെല്ലിൻ്റെ ആയാസം കൂട്ടുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവധാനം തിരിച്ചു വരട്ടെ. കൈകൾ ഷോൾഡർ വരെ താഴ്ത്തി കാലുകൾ റിലീസ് ചെയ്യുന്നു. ശരീരം നേരെയാക്കിയതിനു ശേഷം സ്ഥിതി പോസ്ചറിലേക്ക് കാലുകൾ ചേർത്ത് വയ്ക്കുന്നു. ഇടതുവശത്ത് ആവർത്തിച്ചുകൊണ്ട് വീരഭദ്രാസന. വീണ്ടും കാലുകൾ അകത്തി വയ്ക്കട്ടെ.
ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഇരു കൈകളും ഷോൾഡർ വരെ ഉയർത്തി വയ്ക്കാം. ഇടത് കാൽപാദം ഇടതുവശത്തേക്ക്, ശരീരത്തിൻ്റെ മുകൾ ഭാഗം ഇടതുവശത്തേക്ക് ടേൺ ചെയ്തുകൊണ്ട് ഇടത് കാലിലേക്ക് വെയിറ്റ്, കൈകൾ നമസ്കാര മുദ്രയിലേക്ക് ഉയർത്തി മാക്സിമം സ്ട്രെച്ച് ചെയ്തുകൊണ്ട് വീരഭദ്രാസന പോസ്ചർ. ഹോൾഡ് ദ പൊസിഷൻ വിത്ത് നോർമൽ ബ്രീത്തിങ്. സാധാരണ ശ്വാസഗതിയിൽ നിലനിർത്തുന്നു. സ്ലോലി കം ബാക്ക് ടു നോർമൽ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ താഴ്ത്തി സാവധാനം തിരിച്ചു വരുന്നു. റിലീസ് ഇൻ ദ റിവേഴ്സ് ഓർഡർ. റിലീസ് ആൻഡ് റിലാക്സ്. റിലാക്സ് ആൻഡ് സ്റ്റാൻഡിംഗ് റിലാക്സേറ്റീവ് പോസ്ചർ. സാധാരണ ശ്വാസഗതി. ശ്വാസം ഉള്ളിലേക്കും ശ്വാസം പുറത്തേക്കും. സാവധാനം ഇരുന്നു കൊണ്ടുള്ള ആസനാസിലേക്ക് കാലുകൾ നീട്ടി ഇരിക്കാം. കാലുകൾ അകത്തി കൈകൾ പുറകിൽ കുത്തിവെക്കട്ടെ. കഴുത്തും തലയും അല്പം പുറകിലേക്ക്. ശിഥില ദണ്ഡാസന. ഇരുന്നു കൊണ്ടുള്ള വിശ്രമാവസ്ഥ. കാലുകൾ ചേർത്ത് വയ്ക്കട്ടെ. കൈകൾ ശരീരത്തോട് ചേർത്ത് നട്ടൽ നിവർത്തിയിരിക്കാം. സിറ്റിംഗ് സ്ഥിതി പോസ്ചർ. വക്രാസന. ട്വിസ്റ്റിംഗ് പോസ്ചറാണ്. ഈ ഒരു ട്വിസ്റ്റിംഗ് പോസ്ചറിൻ്റെ സമയത്ത് നട്ടലിന് ആയാസം കൂടുന്നു. അതോടൊപ്പം ഉദരപേശികൾക്ക് നല്ലൊരു മസാജാണ് ലഭിക്കുന്നത്. ഉദരപേശികളുടെ മസാജിനോടൊപ്പം നമ്മളുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. വലത് കാൽ മടക്കി വെച്ച് വലത് കാൽപാദം ഇടത് മുട്ടിന് നേരെ. വലത് കൈപ്പത്തി പുറകിൽ കുത്തി ബോഡി സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ നെഞ്ചിൻ്റെയും വലതു തുടയുടെയും നടുവിലൂടെ വലതുവശത്തേക്ക്. ശേഷം വലത് കാൽപാദം എത്തിപ്പിടിച്ച് വലതു ഭാഗത്തേക്ക് നോക്കാം. നട്ടൽ നിവർന്നിരിക്കാം. നെഞ്ച് വികസിച്ച് വരട്ടെ. ഈ ഒരു പോസ്ചറിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ ബെനിഫിഷ്യലാണ്. നിങ്ങളുടെ വയറിനുണ്ടാവുന്ന മസാജ് കാരണം ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് ബെനിഫിഷ്യലാണ്. പീരീഡ് സംബന്ധമായ ക്രാമ്പ് കുറയുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. പീരീഡ്സ് ഇറഗേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. സാവധാനം മുഖം തിരിച്ചു വരട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർത്തി ഇടത് കൈ താഴ്ത്തുന്നു. വലത് കൈ നേരെയാക്കി വയ്ക്കുക. വലത് കാൽപാദം നേരെയാക്കി വയ്ക്കുന്നു. സാവധാനം ഇടതുവശത്ത് ആവർത്തിക്കാം. ഇടത് കാൽ മടക്കി വയ്ക്കട്ടെ. ഇടത് കൈപ്പത്തി പുറകിൽ കുത്തിവെക്കുന്നു. ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലത് കൈ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ ഇടതുവശത്തേക്ക്. ശേഷം ഇടത് കാൽപാദം എത്തിപ്പിടിച്ച് ഇടത് ഭാഗത്തേക്ക് നോക്കാം. നട്ടൽ നിവർത്തിയിരിക്കാം. നെഞ്ച് വികസിച്ച് വരട്ടെ. ഷോൾഡർ എക്സ്പാൻഡ് ചെയ്യുന്നു. സാധാരണ ശ്വാസഗതിയിൽ ഈ ഒരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വക്രാസന. നോർമൽ ബ്രീത്തിങ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല നേരെയാക്കി വയ്ക്കാം. ശ്വാസം വിട്ട് ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ ഉയർത്തി വലത് കൈ താഴ്ത്തുന്നു. ഇടത് കൈ നേരെയാക്കിയതിന് ശേഷം ഇടത് കാൽ റിലീസ് ചെയ്യട്ടെ. കാലുകൾ അകത്തി കൈകൾ പുറകിൽ കുത്തിവെക്കുന്നു. സാധാരണ ശ്വാസഗതിയിലേക്ക് വിശ്രമാവസ്ഥ. Inhale, അടുത്തതായി ബദ്ധകോണാസനയിലേക്ക് കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കട്ടെ. നട്ടൽ നിവർത്തിയതിന് ശേഷം ഇരു കാലുകളും മടക്കി കാൽപാദങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിലേക്ക് കൈകൾ കൊണ്ട് കാൽ വിരലുകളെ കോർത്തു പിടിക്കട്ടെ. ബദ്ധകോണാസന പെൽവിക് ഏരിയയുടെ വികാസത്തിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പോസ്ചറാണ്. ഈ ഒരു ആസന നോർമൽ ഡെലിവറിക്ക് വരെ ഹെൽപ്പ് ചെയ്യുന്ന പോസ്ചറാണ്. പീരീഡ്സിൻ്റെ ക്രാമ്പ് കുറയ്ക്കുന്നതിന് PCOD, PCOS പോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് വളരെ ബെനിഫിഷ്യൽ.
ശ്വാസം ഉള്ളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം നെറ്റി തറയിലേക്ക്. ഫൈനൽ പോസ്ചറിൽ സാധാരണ ശ്വാസഗതി, ബദ്ധ കോണാസന. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് നട്ടെല്ല് നിവർന്നിരിക്കുന്നു. ഈ ഒരു പോസ്ചറിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു തിത്തല്യാസന ഓർ ബട്ടർഫ്ലൈ എക്സസൈസ്. ഈ ഒരു പോസ്ചറിൽ ഇരുന്നു കൊണ്ട് തന്നെ കാൽമുട്ടുകളെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. കാൽമുട്ടുകളെ മുകളിലേക്കും താഴേക്കും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പെൽവിക് ഏരിയയുടെ വികാസത്തിന് വളരെ ബെനിഫിഷ്യലാണ്. ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് ബെനിഫിഷ്യലാണ്. യൂട്രസ് സംബന്ധമായ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. സാവധാനം സാധാരണഗതിയിലേക്ക് കാലുകൾ നിവർത്തി, കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തും. റിലാക്സൻ ശിഥിലദണ്ഡാസന. കാലുകൾ അകത്തി, കൈകൾ പുറകിൽ കുത്തിവെക്കുന്നു. റിലാക്സ് യുവർസെൽഫ്. ഇൻഹേൽ, കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കാം. വജ്രാസനയിലേക്ക് വലത് കാൽ മടക്കി വെച്ച് വലത് ബട്ടക്സിനടിയിലേക്കും ഇടത് കാൽ മടക്കി ഇടത് ബട്ടക്സിനടിയിലേക്കും നട്ടെല്ല് നിവർത്തി കൈപ്പത്തി കാൽമുട്ടിന് മുമ്പിലേക്ക്. വജ്രാസന ആസ് എ മെഡിറ്റേറ്റീവ് പോസ്ചർ. മാർജാരാസന. ഇരു കൈപ്പത്തിയും കാൽമുട്ടിന് മുമ്പിലേക്ക് തറയിൽ കുത്തിവെക്കട്ടെ. കാൽമുട്ട് അല്പം അകത്തി വയ്ക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മാക്സിമം മുകളിലേക്ക് നോക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് തല താഴേക്ക്, ഷോൾഡർ ഉയർത്തി വരട്ടെ. ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale. Slowly come back to sit on Vajrasana. സാവധാനം വജ്രാസനയിലേക്ക് തിരിച്ചു വരുന്നു. മാർജാരാസന പോസ്ചർ നട്ടെല്ലിൻ്റെ ആയാസം കൂട്ടുന്നു. ശരീരത്തിന് ഷേപ്പ് ആവാൻ വേണ്ടി വളരെ ബെനിഫിഷ്യലാണ്. ഷോൾഡറിൻ്റെ സ്ട്രെങ്തനിങ്ങിന് ഹെൽപ്ഫുള്ളാണ്. സാവധാനം കമിഴ്ന്നു കിടന്നുകൊണ്ട് പ്രോൺ സീരീസ് ഓഫ് ആസനാസ്. കാലുകൾ അകത്തി വയ്ക്കുന്നു. കാൽവിരലുകൾ ഇരുവശത്തേക്കും, കൈകൾ ക്രോസ് ചെയ്തുകൊണ്ട് വലത് കൈപ്പത്തി ഇടത് ഷോൾഡറിലേക്കും ഇടത് കൈപ്പത്തി വലത് ഷോൾഡറിലേക്കും. നെറ്റി കൈകളിൽ വിശ്രമാവസ്ഥയിൽ, കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. കമിഴ്ന്നു കിടന്നുകൊണ്ടുള്ള വിശ്രമാവസ്ഥ മകരാസന. റിലാക്സ് യുവർ ബോഡി. റിലാക്സ്. കാലുകൾ ചേർത്ത് വയ്ക്കട്ടെ. കൈകൾ മുമ്പിലേക്ക് നീട്ടി, നെറ്റി തറയിലേക്ക്. പ്രോൺ സ്ഥിതി പൊസിഷൻ. ഭുജംഗാസന, കോബ്ര പോസ്. ഇരു കൈപ്പത്തിയും നെഞ്ചിൻ്റെ ഇരുവശത്തും. കൈമുട്ട് ശരീരത്തോട് ചേർത്ത് വയ്ക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ തല, നെഞ്ച്, പൊക്കിൾ കൊടി വരെ മാത്രം ഉയർത്തി വയ്ക്കുന്നു. ഇൻഹേൽ അപ്പ്. ഈ ഒരു പൊസിഷൻ നട്ടെല്ലിൻ്റെ ദൃഢത കൂട്ടുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ബെനിഫിഷ്യലാണ്. ഉദര സംബന്ധമായ അസുഖങ്ങളെ ക്യൂർ ചെയ്യുന്നു. തൈറോയിഡ് ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ശ്വാസം വിട്ടുകൊണ്ട്
പൂർവസ്ഥിതിയിലേക്ക്. എക്സേൽ, റിലീസ് ആൻഡ് റിലാക്സ്. റിലാക്സ് ഇൻ മകരാസന. കാലുകൾ അകത്തി വയ്ക്കട്ടെ. കാൽ വിരലുകൾ ഇരുവശത്തേക്കും. കണ്ണുകൾ അടഞ്ഞിരിക്കുക. ധനുരാസന പ്രാക്ടീസ്. കാലുകൾ ചേർത്ത് വയ്ക്കുന്നു. കൈകൾ മുമ്പിലേക്ക് നീട്ടിവെക്കാം. സാവധാനം ഇരു കാലുകൾ മടക്കുന്നു. വലത് കൈകൊണ്ട് വലത് കണങ്കാലും ഇടത് കൈകൊണ്ട് ഇടത് കണങ്കാലും എത്തിപ്പിടിക്കട്ടെ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല, നെഞ്ച്, അതോടൊപ്പം ഇരു കാലുകളും ഉയർന്നു വരുന്നു. ഇൻഹേൽ അപ്പ്. ഒരു വില്ല് പോലെ ഉയർന്നു വരുന്ന ഷേപ്പാണ്. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം റിലീസ്. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ബാക്ക് പെയിൻ. ആസ്മ, അലർജി കംപ്ലയിൻസിന് വളരെ ബെനിഫിഷ്യൽ പോസ്ചറാണ്. പീരീഡ്സിൻ്റെ ക്രാമ്പ് കുറയുന്നതിന്, PCOD, PCOS പോലുള്ള ബുദ്ധിമുട്ടുകൾ ക്യൂർ ചെയ്യുന്നതിനും വളരെ ബെനിഫിഷ്യൽ. റിലീസ് ആൻഡ് റിലാക്സ്. പവനമുക്താസന. കാലുകൾ ചേർത്ത് വയ്ക്കുന്നു. കൈകൾ ശരീരത്തോട് ചേർത്ത് കമഴ്ത്തി വയ്ക്കാം. ശ്വാസം ദീർഘമായ ഉള്ളിലേക്ക് എടുത്ത് ഇരു കാലുകളും ഉയർന്നു വരട്ടെ. കാലുകൾ സ്ട്രെയിറ്റ് ആയതിനു ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ മടക്കുന്നു. ഇരു കൈകൾ കൊണ്ടും കാലുകൾ വലിച്ചു പിടിക്കട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി കാൽമുട്ടിലേക്ക്. പവനമുക്താസന ഗ്യാസ് റിലീസിംഗ് പോസ്ചറാണ്. ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ ക്യൂർ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. പീരീഡ്സ് ഇറഗുലേഷൻ കറക്റ്റ് ചെയ്യുന്നു. അബ്ഡോമിനൽ ഒബേസിറ്റിക്ക് വളരെ ബെനിഫിഷ്യൽ പോസ്ചർ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല സാവധാനം താഴേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ന്നു വരട്ടെ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകൾ ഉയർത്തി. ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ താഴ്ത്തുന്നു. പവനമുക്താസന. റിലീസ് ആൻഡ് റിലാക്സ്. റിലാക്സ് ഇൻ ശവാസന പൊസിഷൻ. കൈകൾ മലർത്തി വയ്ക്കട്ടെ. കണ്ണുകൾ അടഞ്ഞിരിക്കാം. ഇൻഹേൽ, സേതുബന്ധാസന. കാലുകൾ ചേർത്ത് വയ്ക്കുന്നു. കൈകൾ ശരീരത്തോട് ചേർത്ത് കമഴ്ത്തി വയ്ക്കാം. ഇരു കാലുകളും മടക്കി വയ്ക്കട്ടെ. ശ്വാസം ഉള്ളിലേക്കെടുത്ത് അരക്കെട്ട് ഉയർന്നു വരുന്നു. ഇരു കൈപ്പത്തി കൊണ്ടും അരക്കെട്ടിൻ്റെ ഇരുവശത്തും സപ്പോർട്ട് ചെയ്ത് കൈമുട്ട് ശരീരത്തിനുള്ളിലേക്ക്. താടി സാവധാനം നെഞ്ചിലേക്ക് ടച്ച് ചെയ്യട്ടെ. സേതുബന്ധാസന പോസ്ചർ, ബ്രിഡ്ജ് പോസ്. നട്ടലിൻ്റെ ദൃഢത ഉറപ്പുവരുത്തുന്നു. നെഞ്ച് നിവർന്നു വരുന്നു. ലങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകളെ ക്യൂർ ചെയ്യുന്നു. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം അരക്കെട്ട് താഴ്ത്തി കൈകൾ താഴ്ന്നു വരട്ടെ. റിലീസ് ആൻഡ് റിലാക്സ്. കാലുകൾ അകത്തി വയ്ക്കുക. കൈകൾ മലർത്തി വയ്ക്കുന്നു. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ശ്വാസഗതിയിൽ മാത്രം ശ്രദ്ധ. യോഗ ആസനകളുടെ സീരീസിന് ശേഷം ശരീരത്തിന് പൂർണ്ണമായ വിശ്രമാവസ്ഥ കൊടുക്കാം. ആസനയ്ക്ക് ശേഷം പ്രാണായാമയിലേക്ക്. കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുന്നു. വലത് കൈ ഉയർത്തി തലയുടെ മുകളിലേക്ക് നീട്ടിവെച്ച് ഇടത് കാൽ മടക്കി ശരീരം വലതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കട്ടെ. ഇടത് കൈ നെഞ്ചിനു മുമ്പിലായി നിലത്ത് കുത്തി സ്വസ്ഥമായ രീതിയിൽ എഴുന്നേറ്റിരിക്കാം. നട്ടല് നിവർത്തി സുഖപ്രദമായ രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കാം. കൈകൾ ചിന്മുദ്രയിലേക്ക്. പ്രാണായാമ
നാഡീശുദ്ധി പ്രാണായാമ നാഡികളെ ശുദ്ധി ചെയ്യുന്നു, മനസ്സിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. വലത് കൈ നാസിക മുദ്രയിലേക്ക്, വലത് കൈ ഉയർത്തി ചൂണ്ടുവിരലും നടുവിരലും മടക്കി പിടിക്കുന്നു. മുഖത്തിൻ്റെ ഭാഗത്തേക്ക് ടേൺ ചെയ്തതിന് ശേഷം വലത് തള്ളവിരൽ കൊണ്ട് വലത് മൂക്ക് അടച്ചു പിടിച്ച് ശ്വാസം ദീർഘമായി ഇടത് മൂക്കിലൂടെ ഉള്ളിലേക്ക്, ഇടത് മൂക്കടച്ച് വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക്, ശ്വാസം വീണ്ടും വലത് മൂക്കിലൂടെ ഉള്ളിലേക്ക്, വലത് മൂക്കടച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക്. 1 cycle of നാഡീശുദ്ധി പ്രാണായാമ. Repeat the same. Inhale through your left nostril, close your left, open your right and exhale completely through your right nostril. Inhale through the right, exhale through the left. Repeat one more time. Inhale, exhale, inhale, exhale. സാവധാനം വലത് കൈ റിലീസ് ചെയ്യുന്നു. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ശ്വാസഗതിയിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അല്പസമയം. അടുത്തതായി ഭ്രാമരി പ്രാണായാമ. ഹമ്മിങ് ബീ സൗണ്ട്. ചൂണ്ടുവിരലുകൊണ്ട് ഇരു ചെവിയും അടച്ചു പിടിക്കട്ടെ. നട്ടൽ നിവർത്തിയിരിക്കാം. ശ്വാസം ദീർഘമായ ഉള്ളിലേക്കെടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വണ്ടു മൂളുന്നത് പോലെ മൂളാൻ ശ്രമിക്കുന്നു. Inhale, second round. ശ്വാസം ദീർഘമായ ഉള്ളിലേക്ക്, last round. Inhale, feel the vibrations of Bhramari Pranayama spreading throughout your body. Release your hand. കൈകൾ സാവധാനം ചിന്മുദ്രയിലേക്ക്. ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. രക്തപ്രവാഹം കൂട്ടുന്നു. ലളിതമായി വീട്ടിൽ നിന്ന് അഭ്യസിക്കാൻ സാധിക്കുന്ന യോഗാമുറകളാണ് ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത്. സ്ത്രീകളുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ ഓരോ കാലഘട്ടത്തിലും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന വ്യത്യാസങ്ങൾ നമ്മളുടെ ശരീരത്തിനെ എങ്ങനെ ബാധിക്കുന്നു, അതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആസനാസ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരു യോഗ ട്രെയിനറുടെ സഹായത്തോടു കൂടി മാത്രം പരിശീലിക്കാം. യോഗയും സ്ത്രീകളുടെ ആരോഗ്യവും എന്നുള്ള ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.